കഴിഞ്ഞ തവണ പുറത്ത് പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തൊരു വ്ളോഗിൻ്റെ ശൈലിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളാണല്ലോ പ്രചോദനങ്ങളാവുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് വിശേഷം നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ എന്ത് വിശേഷം നിങ്ങളെ കാണിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു പ്രത്യേകതയുള്ള കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം എന്ന് തോന്നി. അപ്പോൾ രാവിലെ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് ആ കാഴ്ചയിലേക്ക്. അപ്പോൾ നമുക്ക് വഴിയിൽ കാഴ്ചകൾ കണ്ടു തന്നെ പോവാം. ഒരുപാട് മാറ്റങ്ങളുണ്ട് കുവൈറ്റിലെ റോഡുകൾക്കും പാലങ്ങൾക്കും എല്ലാം. പണ്ട് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഒരു സാധാരണ ബ്രിഡ്ജ് ആയിരുന്നെങ്കിൽ ഇന്നത് AC ബ്രിഡ്ജുകളാക്കി മാറ്റിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്നത് ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ്, അത് AC ആണ്. അതുപോലെ റോഡുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഒരുപാട് ആകാശപാലങ്ങളും വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം ദൂരമുണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക്. അതായത് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് പണിഞ്ഞു വരുന്ന ഒരു ഭാഗത്താണ് ഈ കാഴ്ചയുള്ളത്. പണ്ടവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുന്നതിന് മുമ്പ് അതൊരു ഡെസേർട്ടഡ് ഏരിയ ആയിരുന്നു. പ്രത്യേകിച്ച് അവിടെ കെട്ടിടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങോട്ടുള്ള ഒരുപാട് റോഡുകൾ അങ്ങോട്ട് വന്നു. നല്ല കണക്ടിവിറ്റി ആയി, ബാക്കി ഭാഗങ്ങളിലേക്കെല്ലാം നല്ല കണക്ടിവിറ്റി ആയി. ആ കാണുന്നതെല്ലാം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ നടുവിലൂടെ ഇതെല്ലാം പുതിയ റോഡാണ്. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തേക്ക് വരുന്ന പുതിയ റോഡുകളാണ് ഇതെല്ലാം. അങ്ങനെ നമ്മൾ ആ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ അങ്ങ് ദൂരെ ഞാൻ പറഞ്ഞ ആ കാഴ്ച കാണാം. കണ്ടില്ലേ? എവിടെയോ എന്തോ കണ്ടൊരു ഛായ തോന്നുന്നില്ലേ? നല്ലോണം കണ്ടില്ല അല്ലേ? കാണിച്ചു തരാം. അടുത്ത് ചെന്ന് സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. അത് കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറയണം. ആഗ്രയിലെ താജ്മഹലിൻ്റെ പോലെ തോന്നുന്നില്ലേ? ഇത് മുബാറക് അൽ കബീർ എന്ന് പറയുന്ന ഗവർണറേറ്റിലെ കുവൈറ്റി റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കുള്ള ഒരു മുസ്ലിം ആരാധനാലയമാണ്. ഫാത്തിമ സഹറ മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു കുവൈറ്റി ഏരിയയുടെ, അതായത് ഒരു കുവൈറ്റി റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കുള്ളൊരു പള്ളിയാണ്. നമ്മുടെ താജ്മഹൽ തന്നെ എന്ന് നമുക്ക് തോന്നും. പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് റോഡിൻ്റെ ആ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് കാണുകയും ചെയ്യാം. ഇതാണ് സിദ്ദിഖ ഫാത്തിമ സഹറ മോസ്ക്. ഇത് നമ്മളുടെ നാട്ടിലെ താജ്മഹലിൻ്റെ ഒരു റിപ്ലിക്ക തന്നെയാണ്. ഈ പള്ളി പണിഞ്ഞത് 2008 കേട്ടോ. പണിഞ്ഞു തുടങ്ങിയത് 2011 അത് തീർന്നു വന്നപ്പോൾ. താജ്മഹലിൻ്റെ പോലെ തന്നെ 4 മിനാരങ്ങളുണ്ട് ആ പള്ളിക്ക് ചുറ്റും. നടുവിലുള്ള ആ വലിയ മിനാരം, അത് കാണാൻ നല്ല ഭംഗിയാണ്. 4 മിനാരങ്ങളിലും ബ്രാസിൻ്റെ അലങ്കാരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ താജ്മഹൽ പ്യുവർ വൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഒരു ഗ്രേ, അങ്ങനെ ഒരു കോമ്പിനേഷൻ വെള്ളയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഒരു പാർലമെൻറ്റേറിയൻ, അതായത് കുവൈറ്റിൽ ഒരു പാർലമെൻറ്റേറിയൻ ഡോക്ടർ ഹസൻ ജൗഹർ, അദ്ദേഹമാണ് ഒരു പള്ളി പണിഞ്ഞപ്പോൾ അതിന് താജ്മഹലിൻ്റെ രൂപം വേണം എന്ന് ആഗ്രഹം തോന്നുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതിന് നമ്മളുടെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അദ്ദേഹം പെർമിഷനും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം താജ്മഹലിൻ്റെ ഷേപ്പ് ഇവിടെ ഒരു റിപ്ലിക്ക വരുമ്പോൾ അതിനൊരു കോപ്പിറൈറ്റ് പോലെ ഒരു ഇഷ്യൂ വരാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ചാനലിൽ ഇന്ത്യൻ എംബസിയെ അറിയിച്ച് അവിടെ നിന്ന് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഡിസൈൻ അതിന് കൊടുത്തത്. നമ്മുടെ താജ്മഹൽ ഒരു മ്യൂസിയമാണ്. അവിടെ ഒരുപാട് സഞ്ചാരികൾ വന്ന് അത് കാണുകയും ഫോട്ടോ എടുക്കുകയും അതിനകത്ത് കയറി കാണുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയ്ക്കകത്തുള്ള ഒരു സാധാരണ ആരാധനാലയമാണ്. ഇവിടുത്തെ ആളുകൾ വന്ന് നിത്യം പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാർ താഹിർ എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻസ് ആയിരുന്നു ഡിസൈൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കമ്പനിയിലെ ഈ പള്ളിയുടെ ഡിസൈൻ വർക്കിൻ്റെ ടീമിൽ ഒരംഗമായിരുന്നു അദ്ദേഹം. അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം. നമ്മളൊരു കാര്യം എഴുതുക, അതിനകത്ത് പങ്കെടുത്തവർ വന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? ഈ ഭാഗങ്ങളെല്ലാം തന്നെ അധികം കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. കാരണം ഇത് എയർപോർട്ടിന് വളരെ അടുത്താണ്. എയർപോർട്ട് റൺവേയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഏരിയ ആണ്. ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. അതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അങ്ങ് ദൂരെ എയർപോർട്ടിൻ്റെ ഡൂം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുവൈറ്റിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പകൽ സമയത്താണെങ്കിൽ നമ്മൾ താഴേക്ക് നോക്കിയാൽ മിക്കവാറും ഒക്കെ ഈ പള്ളി നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റാറുണ്ട്. നമ്മുടെ താജ്മഹലിൻ്റെ പുറകിലെ യമുന നദിയാണ് ഒഴുകുന്നതെങ്കിൽ
കുവൈറ്റിലെ താജ്മഹലിൻ്റെ പിന്നിലുള്ളത് മണൽ നദിയാണ്. നോക്കത്താ ദൂരത്തോളം മണൽ മാത്രമാണ് കാണാനുള്ളത്. ഇന്ന് പ്രത്യേകതയുള്ളൊരു കാഴ്ച കണ്ടില്ലേ, താജ്മഹൽ ഓഫ് കുവൈറ്റ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു മ്യൂസിയം അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കുവൈറ്റി റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അകത്തുള്ള ആരാധനാലയമാണ്. അങ്ങനെ നിങ്ങളെ കാണിക്കാനുള്ള ആ കാഴ്ചയെല്ലാം റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ പയ്യെ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് വീണ്ടും വേറൊരു വാട്ടർ ടാങ്ക് കണ്ടു. ഈ വാട്ടർ ടാങ്കിനെ കുറിച്ച് ഞാൻ പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ.